പറഞ്ഞു. ജനങ്ങൾ വിശ്വസിക്കും, ജനങ്ങൾ മണ്ടന്മാരാ. സാർ എക്സ്ക്യൂസ് മീ. ഇന്ത്യ മുഴുവൻ പട്ടിണിയിലേക്ക്. വിജയ വിളിച്ചു പറ. ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് സാധ്യത കൂടുതൽ. വിജയ വിളിച്ചു പറ. അല്ല സാറേ, എന്താണോ ഇവിടെ ഒരു ലൈവ് നടക്കുന്നത് കണ്ടില്ലേ? അതിന്റെ എടുക്കാൻ വേണ്ടി അർജന്റ്. അല്ല സാറേ, സാർ മറ്റേ ഹെയർ ചെയ്യണ ഷോട്ട് റോയിറ്റേഴ്സ് വാങ്ങിയാണോ? കമന്റ് ബോക്സ് ഫുള്ള് തെറിയ. സാർ ഇപ്പൊ ഹെയറിലാന്നാ. റോയോ? ഏത് റോയി? കുരിശുപള്ളിന്റെ ആടല്ലേ? ഏയ് അതല്ല, അത് റോയിറ്റേഴ്സ് BBC വാങ്ങിയ ഫുട്ടേജ് ആണോ? പിന്നെ ഓൾക്ക് പൈസ കൊടുത്ത് വാങ്ങാനായിട്ട്. അല്ലാതെ തന്നെ കമ്പനി നഷ്ടത്തില്ല. ഞാൻ പിന്നെ ഇൻസ്റ്റഗ്രാമൊന്നും ഫേസ്ബുക്കൊന്നൊക്കെയാണ് വാങ്ങല്. പൊന്നാരി സാറേ, ഏത് കൊല്ലം നടന്ന ഫുട്ടേജാ. അവർക്ക് ആൾക്കാരെടുത്ത് വേറിലിടുന്നുണ്ട്. ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ? ഏയ് നമ്മള് മീഡിയക്കാര് തെറ്റു പറ്റാലും സമ്മതിക്കാൻ പറ്റൂല സാറേ. അതൊക്കെ വലിയ പ്രശ്നം. ചാനൽ അതിന് കേസ് വരൂ. പിന്നെ നോട്ടും. എടാ പൊട്ട, നമ്മക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്തും പറയാനുള്ള അവകാശമുണ്ട്. അതാണ് ഫ്രീഡം ഓഫ് പ്രസ്. അങ്ങനെ പറഞ്ഞ അതായത് വായ തോന്നിയത് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം. വിളിച്ചു പറ യുദ്ധം വിളിച്ചു പറ. ബിഗ് ബ്രേക്കിംഗ് വിജയ, ബിഗ് ബ്രേക്കിംഗ്. ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ഇന്ത്യൻ ആർമിയെ നയിക്കുന്നു. യുദ്ധമുഖത്ത് യുദ്ധം ചെയ്യാൻ മോഹൻലാലും. വിളിച്ചു പറ. മോഹൻലാലോ എന്റെ പൊന്നു സാറേ, മേജർ രവിന്റെ കീർത്തി ചക്രം എന്ന് പറഞ്ഞ പടത്തിലെ ഷോട്ട്. ഇത് ആരോ എടുത്ത് ഫേസ്ബുക്കിൽ ഇതൊന്നും എടുത്ത് വിളിച്ച് പറയില്ല സാറേ. ഇല്ല, ഫേസ്ബുക്കിൽ നിന്ന് തെറ്റൂല. ഒരു മിനിറ്റ്, അടുത്ത് നോക്ക്. ഇത് നോക്കി, ഈ ലാലേട്ടന് അപ്പുറത്തുള്ള ആരാ? ബിജു മേനോനും സംവിധാനും. നോക്ക് സാറ്, നോക്കി. വിജയം ഇത് മലയാളികൾക്ക് അഭിമാനം. യുദ്ധമുഖത്ത് മോഹൻലാലിനൊപ്പം സംവിധായകനും ബിജു മേനോനും. പൂപ്പാപ്പി ചാനൽ എക്സ്ക്ലൂസീവ്. യുദ്ധം.